ഹായ് ഹലോ ഫ്രണ്ട്സ്, ട്രാവലിംഗ് ഷെഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടോ. സമയം എല്ലാവർക്കും അറിയാം, തൃശ്ശൂർക്കാർക്ക് ഓൾമോസ്റ്റ് ഇതറിയാം. ഇത് പുറത്തേക്ക് എന്താ പുറമെ, അതായത് തൃശ്ശൂരിന് പുറത്തുള്ള ജില്ലകളിൽ എന്താ പറയാമെന്ന് എനിക്ക് വൃത്തിയായിട്ട് അറിയില്ല. ഇന്ന് നമ്മൾ പറയുന്നത് കിണ്ണത്തപ്പം എന്നാണ്. അതായത് കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പേര് മറന്നുപോയല്ലോ, അതന്നെ വട്ടയപ്പം പോലെയാണ്. വട്ടയപ്പം പോലെ തന്നെയായിരിക്കും, പക്ഷെ വട്ടയപ്പം അത്ര ഫ്ലഫി ആയിരിക്കില്ല, കുറച്ച് ലൈറ്റായിട്ട് വളരെ അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉണ്ടാവുള്ളൂ, അധികം തിക്നെസ് ഒന്നും ഉണ്ടാവില്ല. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്, നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ അറിയും, നമ്മൾ വട്ടയപ്പത്തിനൊക്കെ നമ്മൾ ചിക്കൻ കറിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കഴിക്കാം. ബീഫൊക്കെ കഴിക്കും, ചിലർ പോർക്ക് യൂസ് ചെയ്യും. അത് അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ എളുപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമ്മയുടെ റെസിപ്പിയാണല്ലോ. നമ്മളെല്ലാവരും മിസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മുടെ വീട്ടിലെ അമ്മയും അപ്പനൊക്കെ. കാരണം നമ്മളിപ്പോൾ പുറമേ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക വേറെ എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയും, ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കുമെന്ന് പറയും, അമ്മയുടെ ഒരു മീൻ കറി അത് രസമായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ചിക്കൻ കറി, അമ്മച്ചി ഉണ്ടാക്കി തരുന്ന സ്നാക്സ്, അതൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ അതുപോലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള റൈസ് ഫ്ലോർ ആണ്. അത് ഒരു 500 ഗ്രാമോളം റൈസ് ഫ്ലോർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ ഷുഗർ ഒക്കെ എടുക്കുന്നതും. അപ്പോൾ നമുക്ക് 500 ഗ്രാം റൈസ് ഫ്ലോർ ഒരു ചെറിയ ബൗളിലേക്ക് ഇടാം. നമ്മൾ മധുരത്തിന് കുറച്ച് ഉപ്പിടില്ല, അതുപോലെ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി, കൂടുതലൊന്നും ഇടണ്ട. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 500 ഗ്രാം റൈസ് ഫ്ലോർ എടുത്ത പോലെ തന്നെ 500 ഗ്രാം ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മധുരം കറക്റ്റാവും. നമ്മൾ 500 ഗ്രാം റൈസ് ഫ്ലോറും 500 ഗ്രാം മിൽക്ക് ഒഴിച്ചു. ഇനി ഒഴിക്കേണ്ടത് 3 കപ്പ് നല്ല അടിപൊളി കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കോക്കനട്ട് മിൽക്ക് നല്ല ലൈറ്റ് ചൂടിലായിരിക്കണം നമ്മൾ ഒഴിക്കേണ്ടത്. അധികം ചൂട് വേണ്ട, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചൂടിലായിരിക്കണം നമ്മൾ മിക്സറിലേക്ക് ഒഴിക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല മിക്സിയിൽ ഒന്ന് നൈസായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ അത് ലംസ് ഒന്നും ഉണ്ടാവാണ്ട് ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ബാറ്റർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ബാറ്റർ അങ്ങനെ മിക്സിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കാഡമം ഒന്ന് പൊടിച്ചത് വളരെ കുറച്ചൊന്ന് ആഡ് ചെയ്തേക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല മണവും കിട്ടും. കാഡമം ഇട്ടു, കാഡമത്തിൻ്റെ ഒരു ക്രഷ് ചെയ്ത പോലെ പൗഡർ ഇട്ടു. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ് ഉണ്ടാകും. നമ്മൾ ചെറിയൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ നെയ്യൊക്കെ പുരട്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ പുരട്ടി എല്ലാ സ്ഥലത്തും പിടിച്ചത് നമ്മുടെ കൈ കൊണ്ട് 2 എണ്ണം ഒഴിക്കാൻ പാടുള്ളൂ. അതായത് അത്രയും ഒരു തിക്നെസ്സേ പറ്റുള്ളൂ. നമ്മൾ അത്രയും നന്നായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കില്ല. അത് ഭയങ്കര തിക്കല്ല, അത്യാവശ്യം നല്ലൊരു തിന്നായിട്ടായിരിക്കും. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇതൊരു 7 മിനിറ്റ്സോളം ഇതൊന്ന് എന്താ പറയുക സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുത്തത് ചെറിയൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലേക്കൊന്ന് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മുടെ അതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് പോകാനായിട്ട്. നമ്മുടെ സാധനം ചൂടൊക്കെ പോയി അങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എന്ത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുത്ത സംഭവം കിടുമായിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കും. നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ട്രാവലിംഗ് ഷെഫിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങളപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ
തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നാളെ അടുത്തൊരു രസകരമായൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.